ഒരു സ്മാർട്ട് ഫോണിന്റെ ലോഞ്ചിന് മുമ്പേ തന്നെ നിങ്ങളിൽ പലരും ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്, ഇൻഫിനിക്സ് GT20 Pro എന്ന സ്മാർട്ട് ഫോൺ. കാരണം ഇതിന്റെ മുൻഗാമിയായിട്ടുള്ള ഇൻഫിനിക്സ് GT10 Pro ഉണ്ടാക്കിയ ഓളം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇൻഫിനിക്സ് പുറത്തിറക്കുന്ന അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഇൻഫിനിക്സ് GT20 Proയ്ക്ക് നിരവധി ആളുകളാണ് കാത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലേക്ക് ഇൻഫിനിക്സ് GT20 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് എന്താണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകതകൾ നോക്കാം. GT10 Proയെക്കാളും കിടിലമാണോ, അതിനോട് അടുത്ത് നിൽക്കുമോ, എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരു വലിയ ബോക്സിനകത്താണ് നമുക്ക് ഫോൺ വരുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ ബോക്സ് ഒന്നും വരത്തില്ല. ഇതിനകത്ത് അഡീഷണൽ ആക്സസറീസ് ഒക്കെ അവർ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം, നമുക്ക് 2 ബോക്സ് ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഇവിടെ ഇൻഫിനിക്സ് GT20 Pro എന്നതുപോലെ എഴുതിയിട്ടുണ്ട്. ഗ്രാൻഡ് ഗെയിമിംഗ് ടൂർ ഔട്ട്പ്ലേ ദ റെസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ആ ബോക്സ് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയും ഒരു ഗെയിമിംഗ് സെറ്റപ്പും നമുക്ക് ബോക്സിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ദേ 2 ബോക്സുകളാണ് ഇതിനകത്തിരിക്കുന്നത്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഇൻഫിനിക്സിന്റെ GT Pro ഗെയിമിംഗ് കിറ്റാണ്. GT മെക്ക കേസ് ഉണ്ട്, അതുപോലെ GT കൂളിംഗ് ഫാൻ ഉണ്ട്, GT ഫിംഗർ സ്ലീവ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണെന്ന് ഈ ഒരു കിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഫോണിലേക്ക് വരാം. സാധാരണ ഇൻഫിനിക്സ് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ബ്ലൂ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഗ്രീൻ കളറുമായിട്ടാണ് ഇൻഫിനിക്സ് ഫോണുകളിൽ കൂടുതൽ ബോക്സുകൾ നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലൊരു കേസ് കൊടുത്തിട്ടുണ്ട്, ഒരു കിഡിലൻ കേസ്. ആ ഒരു ഫോണിന്റെ ബാക്കിന്റെ ലുക്ക് എല്ലാം അതുപോലെ നിലനിർത്തുന്ന, അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ലുക്ക് തന്നെ തരുന്ന ടൈപ്പിലുള്ള ഒരു കിഡിലൻ കേസ്. ഗെയിം കളിക്കുന്നവർക്ക് വിയർപ്പൊക്കെ പറ്റി കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സ്ലീവ്സ്, ഫിംഗർ സ്ലീവ്സ്, അതുപോലെ നോക്കി ഒരു കിണ്ണം കാച്ച സാധനം, അതായത് ഇതിന്റെ ഒരു കൂളിംഗ് ഫാൻ ഫോണിന്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഫോൺ വീണ്ടും കൂളിംഗ് ആക്കാൻ ഈ ഒരു ഫാൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ആ ഒരു കൂളിംഗ് ഫാൻ കണക്ട് ചെയ്യാനുള്ള C-to-C കേബിൾ. ഇത്രയാണ് അഡീഷണൽ ആക്സസറി ആയിട്ട് നമുക്ക് ഇൻഫിനിക്സ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എക്സ്ട്രാ ആക്സസറി ആണ്. ഇത് ഫോൺ വാങ്ങുന്നവർക്ക് കിട്ടില്ല, പക്ഷേ എക്സ്ട്രാ ചിലപ്പോൾ ഓഫറിലൊക്കെ ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഇരിക്കുന്നു ഫോൺ. അതിനകത്ത് ഇവിടെ ബോക്സിന്റെ സൈഡിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് വാറണ്ടി ഓൺലി ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് എഴുതിയിട്ടുണ്ട്. GT20 Pro നോക്കി ബോക്സ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഗ്രീൻ മാറി ബ്ലൂ ആണ് പൊതുവെ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ബോക്സിന്റെ ഓപ്പണിങ്ങിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഫോണുകളുടെ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന കണക്കല്ല, ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ബോക്സിനകത്ത് വേറൊരു ബോക്സ്. അതുകൊള്ളല്ലോ, വെൽക്കം ടു ദി GT വേൾഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അടിപൊളി. ഫോണിന്റെ ബോക്സ് സെറ്റപ്പ് തന്നെ കിഡില്ല. സാധാരണ നമുക്ക് മീഡിയ ഇൻവൈറ്റ് ആയിട്ട് വരുന്ന ബോക്സിലാണ് ഇങ്ങനെയൊക്കെയുള്ള ബോക്സ് സാധാരണ കാണുന്നത്. പക്ഷേ ഇത് ഫോണിന്റെ ബോക്സ് തന്നെ അടിപൊളിയായിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത്, കിഡിലുമായിട്ട്. ഇവിടെ ഗ്രാൻഡ് ഗെയിമിംഗ് ടൂർ ഔട്ട്പ്ലേ ദ റെസ്റ്റ് എന്ന് എഴുതിയിട്ട് ഇൻഫിനിക്സ് GT എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു പേപ്പർ ബോക്സ്. ഈ പേപ്പർ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻസ്, അതുപോലെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്ന സംഭവങ്ങൾ, സ്ക്രീൻ ഗാർഡ്, അതുപോലെ വേറെ ഒരു കേസ്, ഇതിന്റെ ഫോണിന്റെ കൂടെ ഉള്ള കേസ്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് എക്സ്ട്രാ കേസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ കൂളിംഗ് ഫാൻ ഒട്ടിക്കുന്നതിനൊക്കെ ചിലപ്പോൾ ഈ ഒരു കേസ് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആ ഒരു കളറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ആ ഫോണിന്റെ കൂടെ വന്ന കേസാണ്. അത് ടെസ്റ്റ് ചെയ്തെങ്കിലേ പറയാൻ പറ്റൂ അത് എക്സ്ട്രാ കേസ് എന്തിനാണ് എന്നുള്ളത്. എനിവേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അടിപൊളി. അതിലേക്ക് വരാം. വേറെ ചാർജർ ഉണ്ട്. 45 വാട്ടിന്റെ ചാർജറാണ് ബോക്സിനകത്തുള്ളത്. ചാർജ് ചെയ്യാനായിട്ട് A-to-C കേബിൾ. ആ കേബിളിന് ഒരു പ്രത്യേകത ഉണ്ട്. നോക്കിയാൽ ക്യാപ്സൂൾ ടൈപ്പ് കേബിൾ എൻഡാണ് ഈ ഒരു സൈഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കുമ്പോഴും ഫോൺ ചാർജിൽ ഇട്ടുകൊണ്ട് കൈ ഇങ്ങനെ തടസ്സമില്ലാതെ ഫോണിൽ പിടിക്കാൻ ഈ ടൈപ്പ് ക്യാപ്സൂൾ ടൈപ്പ് ചാർജർ സഹായിക്കും. അപ്പോൾ ഈ ആക്സസറീസ് എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫോൺ ഗെയിമിങ്ങിന് ബീസ്റ്റ് ആയിരിക്കും എന്ന കാര്യം. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അപ്പോൾ GT20 Pro എന്ന് പറയുന്നത് നിങ്ങളെ പോലെ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന്റെ ബാക്ക് എങ്ങനെ ഇരിക്കുന്നത് എനിക്കും അറിയാൻ ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം ബാക്ക് എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഒരു നോക്ക് കണ്ടു, കാണിക്കാം. അതിന്റെ ബാക്കിൽ ആ സ്റ്റിക്കറും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കാണിക്കാം. ഇതാണ് ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ, ഇൻഫിനിക്സ് GT20 Pro. അപ്പോൾ ഇതിന്റെ മുൻഗാമിയായിട്ടുള്ള ഇൻഫിനിക്സിന്റെ GT10 Pro എന്ന സ്മാർട്ട് ഫോണുമായിട്ട് ഏകദേശം സാമ്യം GT20 Proയ്ക്ക് ഉണ്ടെങ്കിലും GT10 Proയേക്കാൾ GT20 Pro നമ്മൾ കൈ പിടിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പോളിഷ്ഡ് ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. അതായത് കുറച്ചും കൂടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിലും ഒക്കെ എന്തൊക്കെയോ ഒരു വ്യത്യാസങ്ങൾ എന്തായാലും വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് കണ്ടിട്ട് ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ഗ്ലാസ് ആണെന്നേ തോന്നുകയുള്ളൂ. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ നത്തിങ്ങിനകത്തൊക്കെ കണ്ട കണക്കുള്ള ഒരു LED ലൈറ്റ് സ്ട്രിപ്പ് ഇതിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. C ഷേപ്പിലുള്ള LED ലൈറ്റ് സ്ട്രിപ്പാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. നത്തിങ്ങിൽ പോലും ഒരൊറ്റ കളർ ആയിരുന്നു, വൈറ്റ് കളർ മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ മൾട്ടി കളറാണ് ഈ ഒരു ഫോണിനകത്ത് അത്തരത്തിൽ ആ ഒരു ലൈറ്റ് സ്ട്രിപ്പിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഫോണിനെ മാറ്റി നിർത്തുന്നുണ്ട്. ഏകദേശം 8 വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ ഈ ഒരു ലൈറ്റ് സ്ട്രിപ്പിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള തീമുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രീത്ത് എന്ന് പറയുന്ന തീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ആ ഒരു ലൈറ്റ് കണ്ടില്ല, ഒരു ബ്രീത്തിങ് എഫക്ട് കൊടുക്കുന്നു. മെറ്റിയോർ എന്ന് പറയുന്ന ലൈറ്റ് തീം ഡേ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ആ ലൈറ്റ് കാണുന്നത്. റിതം ഉണ്ട്, ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ലൈറ്റ് എഫക്ട്, ഇങ്ങനെ 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള ലൈറ്റ് എഫക്റ്റുകൾ നമുക്ക് ഈ ഒരു ഫോണിന്റെ ബാക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓർക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, ഫോൺ കോളുകൾ വരുമ്പോൾ, ചാർജിൽ ഇടുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള പല പല സിനാരിയോകളാണ് ഈ ഒരു ലൈറ്റ് ഈ ഒരു ഫോണിന്റെ ബാക്കിൽ തെളിയുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് തെളിഞ്ഞ് നിൽക്കണമെങ്കിൽ ഇതിനകത്ത് ഇവിടെ പാർട്ടി മോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിരുന്നാൽ ഈ ഒരു ലൈറ്റ് കണ്ടിന്യൂസ് തെളിഞ്ഞ് നിൽക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു ഫോണിന്റെ ഡിസൈൻ അത് വേറിട്ട് നിൽക്കുന്നു. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകൾ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഏതാണ്ട് ഒരുപോലെ ഇരിക്കണം. പക്ഷേ ഈ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇത് ഇൻഫിനിക്സിന്റെ ഒരു ഫോണാണെന്ന്. മനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോൺ ഇൻഫിനിക്സ് കൊടുത്തിരിക്കുന്നത്. GT10 Proയേക്കാളും കുറച്ചും കൂടെ ഈ പറഞ്ഞ ഒരു പോളിഷാക്കി ഉള്ള ഒരു ഡിസൈനാണ് എന്തായാലും ഇവിടെ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 3 ക്യാമറകൾ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരു LED സർക്കിൾ ടൈപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. OIS ക്യാമറയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ്. വല സൈഡിലാണ് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും. താഴെ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, സിം ട്രേ. മുകളിൽ ഇത്തരത്തിൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ സ്പീക്കർ ഗ്രില്ല്, അതുപോലെ സൗണ്ട് ബൈ JBL എന്ന് എഴുതിയിട്ടുണ്ട്. IR സെൻസർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഫോൺ റിമോട്ട് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ഇടത് സൈഡിൽ കാര്യമായിട്ടൊന്നുമില്ല. ആ ഒരു രീതിയിലാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത്. ഇതിന്റെ സിം ട്രേ, ഞാനൊരു ഡ്യുവൽ നാനോ സിം ട്രേ ആണ് ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് ഈ ഒരു ഫോൺ ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായിട്ടില്ല. ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ നൽകിയിട്ടില്ല. സാധാരണ ഇൻഫിനിക്സ് ഫോണുകളുടെ ഡിസ്പ്ലേ അത്ര മനോഹരമെന്നൊന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇവിടെ കാര്യങ്ങൾ മറിച്ചാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കിടിലൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ സാധാരണ കണ്ടു വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തീമാണ് ഇൻഫിനിക്സിന്റെ iOS വഴി കൊടുത്തിരിക്കുന്നത്. അതായത് നോക്കി ഇവിടെ ആ ഒരു ക്ലോക്ക് വിഡ്ജറ്റും ഒക്കെ നല്ല രസമുണ്ട്. ഈ ഒരു ഐക്കണുകളൊക്കെ നല്ല രസമുണ്ട്. സാധാരണ കാണുന്ന പല ഫോണുകളിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഐക്കൺസ് ആണ് നൽകുന്നത്. അപ്പോൾ ആ ഒരു തീം നന്നായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഡിസ്പ്ലേയിൽ നോക്കിയാൽ വളരെ ബെസൽലെസ് ഡിസ്പ്ലേ ആണ് ഇത്തവണ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, ഒന്നും പറയില്ല. ഡിസ്പ്ലേ ടോപ്പ് നോച്ച് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ മുകളിൽ ഇത്തരത്തിൽ ഒരു സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് ഈ ഒരു സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ക്യാമറയിൽ ഈ ഒരു ഫോൺ പിടിച്ചിട്ട് പോലും നോക്കി ചില ഫോണുകളൊക്കെ പിടിക്കുമ്പോൾ അല്പമെങ്കിലും ഒരു ഡിസ്പ്ലേ ഫ്ലിക്കർ ചെയ്യുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നോക്കി ആ ഫ്ലിക്കർ ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതിന് കാരണം 2304 ഹെഡ്സിന്റെ PWM ഡിമ്മിംഗ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ കണ്ണിന് വലിയ ആയാസം ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. നമ്മൾ രാത്രിയൊക്കെ ഇപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചാലും, അതായത് ബാക്കി ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും കണ്ണിന് വലിയ ആയാസം ഉണ്ടാക്കത്തില്ല ഈ ഒരു ഫോണിന്റെ PWM ഡിമ്മിംഗ്. ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ 6.78 ഇഞ്ചിന്റെ AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും ഈ ഒരു ഫോണിന് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ഫോണുകൾക്കെല്ലാം 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഇന്ന് സാധാരണമാണ്. എന്നാൽ ഇവിടെ 144 ഹെഡ്സിന്റെ ഹയർ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 10-bit ഡിസ്പ്ലേ ആണ്, AMO LED ഡിസ്പ്ലേ ആണ്, ഫുൾ HD ആണ് റെസൊല്യൂഷൻ. മാത്രമല്ല ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് 1300 നിറ്റ്സ് ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോൺ കൊടുക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം ഈ ഒരു ഫോണിനകത്ത് ടോപ്പ് നോച്ച് തന്നെയാണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് ആണ് ഇൻഫിനിക്സ് ഈ ഒരു ഫോണിനകത്ത് ഏറ്റവും ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒന്ന്. അത് ഏകദേശം കറക്റ്റ് ആണ്. കാരണം ഈ ഒരു ഫോണിനകത്ത് നമുക്ക് BGMI 90 FPS സപ്പോർട്ടിൽ കളിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അടുത്തിടെ വന്ന ഇതിലും വില കൂടിയ പല ഫോണുകൾ പോലും നമുക്ക് BGMI കളിക്കുമ്പോൾ 60 FPS സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഈ ഒരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ BGMI 90 FPS മാക്സിമം സെറ്റിംഗ്സിൽ നമുക്ക് ഇതിനകത്ത് കളിക്കാൻ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ ഒരു ഫോണിനകത്ത് അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ഡിസ്പ്ലേ ചിപ്പ് തന്നെ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാപ്ടോപ്പിലൊക്കെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് പോലെ ഏകദേശം അതുപോലെ ഡിസ്പ്ലേ ചിപ്പ് തന്നെ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് MediaTekന്റെ Dimensity 8200 Ultimate എന്ന് പറയുന്ന പ്രോസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഇതിന്റെ ആന്റിറ്റി സ്കോർ നമ്മൾ ഇവിടെ പരിശോധിച്ചു ഏകദേശം 9,12,578 നമ്മൾ ഇവിടെ പരിശോധിച്ചപ്പോൾ കിട്ടുന്നത്. ഇൻഫിനിക്സ് ക്ലെയിം ചെയ്യുന്നത് 9.5 ലക്ഷത്തിൽ മുകളിൽ എന്നാണ്. ഏകദേശം അതിനോട് അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു ആന്റിറ്റി സ്കോർ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആന്റിറ്റി സ്കോർ ഒരു ഭയങ്കര സംഭവമല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. സാധാരണ ഇന്ന് വരുന്ന പല ഫോണുകളിലും 1 മില്യണിൽ പുറത്ത് ആന്റിറ്റി സ്കോർ വരുന്ന ഫോണുകളുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗെയിമിങ്ങിന് വേണ്ടി ട്യൂൺ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ 90 FPS സപ്പോർട്ടൊക്കെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫോണിന്റെ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി. ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഈ ഒരു ഫോൺ ത്രോട്ടിൽ ചെയ്യുന്നുണ്ട്. ഏകദേശം 78% ആണ് ഇതിന്റെ ഒരു മാക്സിമം പെർഫോമൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതിന്റെ ഗെയിമിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമൊക്കെ കുറച്ച് സമയം നമുക്ക് കളിക്കുമ്പോൾ അതിന്റെ ആ തുടക്കത്തിലുള്ള ഒരു പെർഫോമൻസിൽ നിന്ന് ഒരു കുറവ് വരാനുള്ള സാധ്യത ഈ ഫോണിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഈ പറഞ്ഞ BGMI 90 FPS നമുക്ക് കളിക്കാം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് LPDDR5X RAM കൊടുത്തിട്ടുണ്ട്. UFS 3.1 ആണ് സ്റ്റോറേജ് ഓപ്ഷൻ. അതൊന്നും സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ അധികം ഫോണുകൾ നൽകുന്നതല്ല. നമുക്ക് മാക്സിമം 12GB RAM വരെയും 256GB വരെയുള്ള ഇന്റർണൽ സ്റ്റോറേജുമാണ് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. ഗെയിം കളിക്കുമ്പോൾ ഫോണുകൾ ചൂടാകാറുള്ളത് പതിവാണ്. അതിനെ പെട്ടെന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ കേബിൾ നമ്മൾ അൺബോക്സിംഗ് സെക്ഷനിൽ കാണിച്ചതുപോലെ ഒരു ക്യാപ്സൂൾ ടൈപ്പ് ആണ്. നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഇത്തരത്തിൽ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് ഗെയിം കളിക്കാം. അപ്പോൾ പലരും ചോദിക്കും ഗെയിം കളിക്കുമ്പോൾ ചാർജ് ചെയ്തുകൊണ്ട് കളിക്കുന്നത് അത്ര നല്ലതാണോ എന്ന് ചോദിക്കും. പക്ഷേ ഇതിനകത്ത് ബൈപ്പാസ് ചാർജിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇൻഫിനിക്സ് അവരുടെ മുൻകാല ഫോണുകളും ഇതിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ചാർജ് ചെയ്താലും ഫോൺ നമുക്ക് ആക്റ്റീവായി നിർത്തുന്നതിന് വേണ്ടിയുള്ള പവർ മാത്രമേ ആ
ആ സമയത്ത് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ബാറ്ററിയിലേക്ക് ആയിരിക്കില്ല ആ സമയത്തുള്ള ചാർജ് പോകുന്നത്. ഫോണിനെ ആക്റ്റീവായി നിർത്തുക മാത്രമാണ് ആ സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററി പെർസെന്റ് അധികം കുറയത്തുമില്ല, എന്നാലൊട്ട് ഫോണിന്റെ ബാറ്ററി ചാർജ് ആകുന്നുമില്ല, എന്നാൽ പിന്നെ ബാറ്ററി ഡൗൺ ആകത്തുമില്ല. ആ ഒരു രീതിയിൽ ബൈപ്പാസ് ചാർജിങ് എന്ന ടെക്നോളജിയും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിനകത്ത് നമ്മളിപ്പം BGMAയുടെ TDM ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം, ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്ത്, എക്സ്ട്രീം പ്ലസ്, അതായത് 90 FPS കളിക്കാൻ പറ്റുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറുമാണ് നൽകിയിരിക്കുന്നത്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ്. അടുത്തതായിട്ട് ക്യാമറ വിഭാഗമാണ്. സാധാരണ ഇൻഫിനിക്സ് ഫോണുകൾ എപ്പോഴും വീക്കായിട്ട് കാണുന്നത് അതിന്റെ ക്യാമറയിലാണ്. നമുക്ക് ഈ ഒരു ഫോണിനകത്ത് 3 ക്യാമറകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. 108 മെഗാ പിക്സലിന്റെ OIS ഉള്ള പ്രൈമറി ക്യാമറ കൊടുത്തിട്ടുണ്ട്, കൊള്ളാം. പിന്നീട് 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. വൈഡ് ആംഗിൾ ക്യാമറ ഈ പ്രൈസ് പോയിന്റിലുള്ള ഫോണിനകത്ത് ഇല്ല എന്നുള്ളത് ഒരു കുറവ് തന്നെയാണ്. 2 മെഗാ പിക്സലിന്റെ വീതമുള്ള ഈ മാക്രോ സെൻസറും ഡെപ്ത് സെൻസറും കൊടുക്കാതെ ഒരു 8 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോൾ 32 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് നിന്ന് ഇതിന് മുമ്പുള്ള ഇൻഫിനിക്സ് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കിട്ടുന്ന ഫോട്ടോകൾ ഓവർ സാച്ചുറേറ്റഡ് അല്ല. നേരത്തെയുള്ള ഇൻഫിനിക്സ് ഫോണുകളെല്ലാം ഇച്ചിരി കളർ കൂട്ടിയാണ് നമുക്ക് ക്യാമറയിൽ ഫോട്ടോകൾ എടുക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ എന്തായാലും ഇവിടെ സാച്ചുറേഷൻ ഏതാണ്ട് ഓക്കെയാണ് എന്ന് വെച്ച് ഫോട്ടോ ഭയങ്കര ക്വാളിറ്റി ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഇനിയും ഒരുപാട് ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഇംപ്രൂവ് ആകാനുണ്ട്. മുൻകാല ഇൻഫിനിക്സ് ഫോണുകളിൽ നിന്ന് കുറച്ച് ഭേദപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഇതിന്റെ ക്യാമറയെ വിശേഷിപ്പിക്കാനാകൂ. ഇൻഫിനിക്സ് ഫോണുകളുടെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന മറ്റൊരു കുറ്റമുണ്ട്, ബ്ലോട്ട് വേസുകൾ. പക്ഷേ അതെന്തായാലും കഴിഞ്ഞ കുറെ സീരീസ് ആയിട്ട് ഇൻഫിനിക്സ് അത് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ നോക്കി ഒരു കംപ്ലീറ്റ് ബ്ലോട്ട് വെയർ ഫ്രീ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത്. ഒരൊറ്റ ബ്ലോട്ട് വേസുകളും ഈ ഒരു ഫോണിനകത്ത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിലും വില കൂടിയ ഫോണുകൾ, അതായത് ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, വില കൂടിയ ഫോണുകളിൽ പോലും പലപ്പോഴും ഈ പറയുന്ന ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ് അങ്ങനെയുള്ള പ്രീമിയം ആപ്ലിക്കേഷൻസ് എങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് വരാറുണ്ട്. പക്ഷേ ഇവിടെ അതുപോലും ഇല്ല. തംസ് അപ്പ്. ഇത്തവണ ഈ ഒരു ഫോണിന്റെ ആ ഒരു യൂസർ ഇന്റർഫേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇംപ്രൂവ് ആയിട്ടുണ്ട്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 14 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളാണ് ഇൻഫിനിക്സ് ഈ ഒരു ഫോണിന് നൽകുന്നത്. അതായത് ആൻഡ്രോയിഡ് 16 വരെയുള്ള അപ്ഡേറ്റ് കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് ഒരു ബ്ലോട്ട് വേസുകളും ഇല്ല. വരും അപ്ഡേറ്റിലൂടെ ഇനി വല്ലതും തരുമോ എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും നിലവിൽ ക്ലീൻ യൂസർ ഇന്റർഫേസ് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ്. സ്റ്റീരിയോ സ്പീക്കറുകളാണ്. മാത്രമല്ല JBL ട്യൂൺ ചെയ്ത സ്പീക്കറുകളാണ് ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നത്. ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഒക്കെ നൽകിയിട്ടുണ്ട്. കൊള്ളാം, സൗണ്ട് ക്വാളിറ്റി ഓക്കെയാണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസും അതിമനോഹരം തന്നെയാണ്. കാരണം ബെസൽലെസ് ഡിസ്പ്ലേ ആണ്, ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് എന്തായാലും കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു ഫോണിന്റെ കേസിൽ. എന്തായാലും നല്ല ഡിസ്പ്ലേ. അപ്പോൾ ആ ഒരു നല്ല സൗണ്ട് ക്വാളിറ്റിയും ആ ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് മികച്ച ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഫോണിനകത്ത് NFC സപ്പോർട്ട് ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്, Wi-Fi 6 ഉണ്ട്, IP50 ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒറ്റ നോട്ടത്തിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ അടിപൊളിയാണ്. കാണാൻ നല്ല ലുക്ക് ഉണ്ട്, എടുത്തു നിൽക്കുന്ന വേർത്ത് നിർത്തുന്ന ഒരു ഡിസൈൻ. ഡിസ്പ്ലേ ആണ് ഞാൻ നോക്കിയിട്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം. കിഡിലൻ ഡിസ്പ്ലേ. അതുപോലെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കൊള്ളാം. ബാറ്ററി സൈഡ് ഓക്കെ. പെർഫോമൻസ് ഈ പറഞ്ഞ പോലെ BGMA ഒക്കെ കളിക്കുന്നവർക്ക് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം 90 FPS സപ്പോർട്ടിൽ നല്ല ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ കുറവുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ബോഡി, അതുപോലെ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല തുടങ്ങിയ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു കുറവായിട്ട് പറയാം. പ്ലാസ്റ്റിക് ബോഡി ഒന്നും ഗെയിം കളിക്കുമ്പോഴൊന്നും ആളുകൾക്കൊന്നും ഒരു പ്രശ്നമാകില്ല. അത് ഗ്ലാസ് ആയാലും എന്താ, പ്ലാസ്റ്റിക് ബോഡി ആയാലും. പക്ഷേ ഫോണിന്റെ ഡ്യൂറബിലിറ്റി വെച്ച് നോക്കുമ്പോഴാണ് ഈ പ്ലാസ്റ്റിക് ബോഡി ഒരു വിഷയമാകുന്നത് എന്ന് ഓർമ്മിക്കട്ടെ. ഇനി കഴിഞ്ഞ GT10 Proയിൽ നിന്ന് GT20 Proയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ അപ്ഗ്രേഡുകൾ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പ്രോസസറിനകത്ത് അപ്ഗ്രേഡ് വന്നു. GT10 Proയിൽ വന്നിട്ട് 8050 എന്ന മീഡിയടെക്കിന്റെ പ്രോസർ ആയിരുന്നെങ്കിൽ ഇവിടെ 8200 അൾട്ടിമേറ്റ് എന്ന പ്രോസറിലേക്ക് മാറി. അതുകൊണ്ട് തന്നെയും AnTuTu സ്കോർ GT10 Proയുടേത് 7 ലക്ഷത്തിലധികമായിരുന്നത് ഇവിടെ 9.5 ലക്ഷത്തിനടുത്ത് AnTuTu സ്കോറിലേക്ക് എത്തി. അപ്പൊ പെർഫോമൻസ് എന്തായാലും GT10 Proയേക്കാൾ ബൂസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ക്യാമറ 108-2.2 എന്നുള്ള സെയിം സെറ്റപ്പ് ആയിരുന്നു GT10 Proയിൽ. പക്ഷേ ഇവിടെ OIS സപ്പോർട്ട് കൂടി അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ GT10 Proയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റാം മാക്സിമം നമുക്ക് ഇപ്പോൾ 12 GB റാം വരെയുള്ള വേരിയന്റ് ഉണ്ട്. അതും LPDDR5Xലേക്ക് കയറിയിട്ടുണ്ട്. GT10 Pro വന്നിട്ട് ആൻഡ്രോയിഡ് 13 ആയിരുന്നെങ്കിൽ ഇവിടെ ആൻഡ്രോയിഡ് 14 ആണ്. 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. പക്ഷേ GT10 Proയിൽ വന്നിട്ട് ഒരു മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടുമായിരുന്നുള്ളൂ. ഇതിന്റെ ഒരു ലൈറ്റ് ഇന്റർഫേസ് ഒക്കെ കാര്യമായിട്ട് GT10 Proയിൽ നിന്നും ഇംപ്രൂവ്മെന്റ് ആയിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് GT10 Proയിൽ നിന്ന് 20 Proയിലേക്ക് വന്നപ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ. എന്തായാലും ഫോൺ കൊള്ളാം എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും.